ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരവും വളരെ എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പെരുന്നാൾ പാൽമധുരമാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടതാണ് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. പശുവിൻ നെയ്യ് അത് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഞാൻ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരേ ഒരു നട്ട്സ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. അതല്ല നമുക്ക് ഇഷ്ടമുള്ള കുറച്ചുകൂടി കൂടുതൽ നട്ട്സൊക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഈ നട്ട്സും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നമ്മൾ മുന്തിരി ചേർക്കരുത് കേട്ടോ. ഒന്നുകിൽ അണ്ടിപ്പരിപ്പ് മാത്രം ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബദാം മാത്രം ചേർക്കാം. ഇത് രണ്ടും ചേർക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നല്ലൊരു കളർ, ചെറിയ ലൈറ്റായിട്ടൊരു കളർ വരുന്നത് വരെ മാത്രം ഒന്ന് വറുത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഗോൾഡൻ കളർ വരേണ്ട ആവശ്യമില്ല, കാരണം ബാക്കി ചേരുവകളൊക്കെ ചേർത്തിട്ട് വീണ്ടും വറുത്തെടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ പാടെ നല്ലതുപോലെ മാറിപ്പോകും. അപ്പോൾ അങ്ങനെ അത്രയ്ക്കും മാറേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് ഒന്ന് വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ ഒരു 25 ഗ്രാം അളവിൽ വേർമുസിലി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ മാത്രം, പ്രത്യേകിച്ച് കണക്കൊന്നും വെക്കണ്ട, എന്നാൽ ഈ ഒരളവിൽ കേട്ടോ. അപ്പോൾ ആ വേർമുസിലി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇത് വറുത്ത വേർമുസിലി അല്ല, വറുത്തതാണെങ്കിൽ കൂടി, അതായത് നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടില്ലേ നമുക്ക് അങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്നത്, അതുപോലെ ഉള്ളതാണെങ്കിൽ കൂടി ഈ ഒരു രീതിക്ക് നമ്മൾ വറുത്ത് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കളർ ഒന്ന് മാറി വരട്ടെ. വളരെ കുറച്ച് സമയം മാത്രം ഒന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വേർമുസില്ലിയുടെ കളറൊക്കെ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് മാറും. അപ്പോൾ ഇത് കൂടുതൽ സമയത്ത് വറുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം ലൈറ്റായിട്ട് കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഫസ്റ്റിലേ പറഞ്ഞത്, നല്ലതുപോലെ കളറ് മാറിയതിന് ശേഷം വെർമുസില്ലി ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ വെർമുസില്ലി കളറ് മാറി തുടങ്ങുന്ന സമയം കൊണ്ട് അതിൻ്റെ കളറ് പാടെ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് പാലും കൂടി. 1 ലിറ്റർ അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത്. ഈ പാലിൽ കിടന്നിട്ട് വേണം ഇനി നമ്മുടെ ഈ വേർമുസില്ലയെല്ലാം ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു അളവിൽ മാത്രമേ വെർമുസില്ലി ചേർക്കാൻ വേണ്ടി പാടുള്ളൂ. ഒരുപാട് വെർമുസില്ലി ചേർക്കരുത്, എങ്കിൽ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നല്ലതുപോലെ കട്ടിയായിട്ട് കുറുകി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്ക് ആവശ്യമായിട്ടില്ല, കുറച്ച് ലൂസായിട്ട് വേണം നമുക്കിത് കിട്ടേണ്ടത്. എന്നാൽ ശരി, നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഈ തിളച്ച് വേണം നമ്മുടെ വെർമുസിലിയെല്ലാം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വെർമുസിലി വെന്ത് കിട്ടിക്കോളും, ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ തിളച്ച് തുടങ്ങുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും കൂടി. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 5-10 മിനിറ്റ് കൊണ്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഈ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. വളരെ എളുപ്പത്തിൽ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് കണ്ടൻസ്ഡ് മിൽക്കിൽ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത്. ഇനി വീണ്ടും ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയിൽ ചേർത്ത് തയ്യാറാക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്, കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്ന രുചിയും വേറെയാണ് കേട്ടോ. അപ്പോൾ രണ്ടാണ് എന്ന് വെച്ചിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പഞ്ചസാരയിൽ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ പാലെല്ലാം ചെറിയ രീതിയിലൊന്ന് വറ്റിക്കിട്ടിട്ടുണ്ട്, ഒരല്പം മാത്രം ഒന്ന് വറ്റിക്കിട്ടിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ വെർമുസില്ലി എല്ലാം നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും, കൂടുതൽ സമയത്ത് നമ്മൾ തിളക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. ഏലക്ക പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്.
ഇനി നമ്മൾ വീണ്ടും ഇട്ട് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിച്ചെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതാ ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, കുറച്ച് മാത്രമേ കട്ടിയുള്ളൂ നമ്മുടെ ഈ പാലിന്, വളരെ കുറച്ച് മാത്രം. അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ നമ്മുടെ വെർമിസെല്ലിയും കിടപ്പുണ്ട്. ഇങ്ങനെ വേണം നമുക്ക് കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടിയാക്കി എടുക്കരുത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റണം. ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് തണുപ്പിച്ച് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. എന്നാൽ ശരി, ഞാനൊന്ന് ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ബാക്കി ചേരുവകളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ രീതിയിലൊന്ന് തണുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടതാണ്. തണുത്തതിന് ശേഷം ഈ ഒരു കട്ടിക്കാണ് നമുക്കിപ്പോഴും ഉള്ളത്. കുറച്ച് സബ്ജ സീഡാണ്. സബ്ജ സീഡ് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തേക്കണം കുതിർന്നതിന് ശേഷം കേട്ടോ. അപ്പോൾ ഈ ഒരളവിലാണ് സബ്ജ സീഡ് ചേർക്കുന്നത്. നമുക്ക് സബ്ജ സീഡ് കുറച്ച് കൂടുതലായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ തന്നെ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടതാണ് നല്ലതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ആപ്പിളും കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ ആപ്പിളിൽ ഒന്നാണ്. അപ്പോൾ അത് ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല സൂപ്പറായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല കൂളായിട്ടുണ്ടാവട്ടെ, നല്ല തണുപ്പായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് കഴിക്കാനും വളരെ വളരെ രുചികരമായിട്ടുള്ളത് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ്. ഒരു സ്പൂണൊക്കെ നമ്മളൊരു കപ്പിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് സെർവ് ചെയ്തതിന് ശേഷം കൂടെ ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിതിങ്ങനെ കോരി കോരി കുടിക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതുപോലെ നല്ലതുപോലെ തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ രുചികരമായിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.